നമസ്കാരം. വോട്ടും കട്ടനും ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് തൃത്താലയും കായംകുളവും. ഈ രണ്ട് മണ്ഡലങ്ങളാണ് ഇന്ന് വോട്ടും കട്ടനും പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ER രാഗേഷും ആൽവിൻ തോമസുമുണ്ട്. ER, ശക്തമായ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ. നമുക്ക് തൃത്താലയിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. MP രാജേഷും VT ബൽറാമും വീണ്ടും നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്താണ് ജനവിധി എന്നറിയാൻ. എന്താണ് രാകേഷിൻ്റെ മനസ്സിൽ ഇപ്പോൾ? ഒരു ഗ്ലാമർ പോരാട്ടം, ഒറ്റവാക്കിൽ തൃത്താലയിലെ മത്സരത്തെ അങ്ങനെ വിശേഷിപ്പിക്കാം. കാരണം ഒരു വോട്ടെണ്ണൽ ദിനം ആൾക്കൂട്ടം കൂടുന്നിടത്ത് ഒരുപക്ഷെ ചോദിക്കാവുന്ന, അവിടെ എന്തായി റിസൾട്ട് എന്ന് ചോദിക്കാവുന്ന തരത്തിലൊരു മത്സരം നടന്ന മണ്ഡലമാണ് തൃത്താല. പൊളിറ്റിക്കലി അതൊരു ലെഫ്റ്റിന് അനുകൂലമായ മണ്ഡലമാണ്. പൊളിറ്റിക്കലി ആ ഒരു ധാരണയോ അല്ലെങ്കിൽ വിശ്വാസമോ ആത്മവിശ്വാസമോ ഒക്കെ തന്നെ LDF നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 2011 VT ബൽറാം ആ മണ്ഡലം പിടിക്കുന്നത്. അന്ന് രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ടാണ് VT ബൽറാം അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. അന്ന് പലയിടത്തും രാഹുൽ ബ്രിഗേഡ് എന്ന രീതിയിൽ കുറേ യുവാക്കൾ മത്സരിച്ചു. ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിച്ചു, ചാലക്കുടിയിൽ KT ബെന്നി മത്സരിച്ച് പരാജയപ്പെട്ടു. തൃത്താലയിൽ CV ബാലേന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ DCC പ്രസിഡന്റ് മത്സരിക്കാൻ ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് VT ബൽറാം അവിടെ വരുന്നത്. VT ബൽറാം അവിടെ വിജയിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ LDFനൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അതാണ്. കാരണം ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച് പരിചയമുള്ള മമ്മിക്കുട്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മമ്മിക്കുട്ടിയാണ് അവിടെ അന്ന് പരാജയപ്പെടുന്നത്. VT ബൽറാം ആ മണ്ഡലം പിടിക്കുന്നത്. അതിനുശേഷം 2016 അദ്ദേഹം അവിടെ ലീഡ് ഉയർത്തി വിജയിക്കുന്നതാണ് കണ്ടത്. പക്ഷേ 2021 നടന്ന ആ മത്സരത്തിൻ്റെ തനിയാവർത്തനം തന്നെ ഇത്തവണ നടക്കാൻ പോവുകയാണ്. MP രാജേഷ് എന്ന് പറയുന്ന മുൻ പാലക്കാട് MPയെ കൊണ്ടുവന്ന് തൃത്താല പോലുള്ള മണ്ഡലം CPM തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ രാജേഷ് തന്നെ വിജയിക്കുമോ അല്ലെങ്കിൽ VT ബൽറാമിനോടെ വിജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബലാബലം നിൽക്കുന്ന മണ്ഡലമാണ്. നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്യുക അസാധ്യമാണ്. കാരണം പൊളിറ്റിക്കലി അതൊരു ലെഫ്റ്റിന് അനുകൂലമായ മണ്ഡലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോൾ UDFന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഏതാണ്ട് 6000 വോട്ടിൻ്റെ ലീഡ് UDFന് കാണാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഞാൻ പറയാൻ കാരണം പൊളിറ്റിക്കലി അനുകൂലമെന്ന് പറയാൻ കാരണം ബൽറാം വന്നതിന് ശേഷം പ്രത്യേകിച്ച് ലീഗിന് അവിടെ സംഘടനാ തലത്തിൽ കോൺഗ്രസിനേക്കാൾ ഉപരിയായി ലീഗിന് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് കപ്പൂർ അടക്കമുള്ള, ആനക്കര അടക്കമുള്ള, തൃത്താല അടക്കമുള്ള പഞ്ചായത്തുകളിൽ, പട്ടിക്കര അടക്കമുള്ള പഞ്ചായത്തുകളിൽ ലീഗ് സംഘടനാ സംവിധാനം ശക്തമാണ്. അപ്പോൾ അവരെയൊക്കെ ഒരു യൂണിറ്റായി കൊണ്ടു നടക്കുന്നതിൽ VT ബൽറാം സക്സസ്ഫുൾ ആണ്, വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല VT ബൽറാം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹം സാധാരണ മറ്റു ആളുകളെ പോലെ മണ്ഡലം വിട്ടു പോവുകയല്ല ചെയ്ത്. VT ബൽറാം തൃത്താല മണ്ഡലത്തിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ VT ബൽറാം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന കാര്യത്തിൽ സംശയമില്ല. MP രാജേഷിനെ സംബന്ധിച്ച് MP രാജേഷ് കുറേ വികസന പദ്ധതികൾ, ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, കുറേ പദ്ധതികൾ, വികസനം ആ മണ്ഡലത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആദ്യം സ്പീക്കറായിരുന്നു, പിന്നീട് മന്ത്രിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ എത്ര കണ്ട് ഉണ്ടായി എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ MP രാജേഷിനേക്കാൾ കൂടുതൽ മണ്ഡലത്തിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് VT ബൽറാമിനാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞ ആനക്കര, കപ്പൂരടക്കമുള്ള പഞ്ചായത്തുകളാണ് വിധി നിർണ്ണയിക്കുന്ന നിർണായകാവ്. കഴിഞ്ഞ തവണ ഏതാണ്ട് ഈ പഞ്ചായത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ VT ബൽറാം പ്രതീക്ഷിച്ച ലീഡ് ഉണ്ടായില്ല. അപ്പോഴാണ് VT ബൽറാം തോൽവി സമ്മതിക്കുന്നത്. ഓർക്കുന്നുണ്ടാവും, VT ബൽറാം തൃത്താല ഔദ്യോഗികമായ റിസൾട്ട് പറയുന്നതിന് മുമ്പ് തന്നെ തോൽവി സമ്മതിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ അതോ പ്രതികരണം നടത്തുകയോ ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നാഗലശ്ശേരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അതിനകത്തുണ്ട്. ആ പഞ്ചായത്ത് മൃഗീയ ഭൂരിപക്ഷം LDFന് കൊടുക്കുന്ന പഞ്ചായത്താണ്. ഏതാണ്ട് 4000 വോട്ടിലധികം ഭൂരിപക്ഷം ആ പഞ്ചായത്ത് മാത്രം കൊടുക്കും. അപ്പോൾ ഈ മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് VT ബൽറാം ലീഡ് ചെയ്ത് വന്നാൽ പോലും അതിനെ മറികടക്കാൻ ഈ ഒരൊറ്റ പഞ്ചായത്ത് കൊണ്ട് CPMന് അല്ലെങ്കിൽ MP രാജേഷിന് സാധിക്കും. അതിനുശേഷം കഴിഞ്ഞ തവണയൊക്കെ അവസാനം എണ്ണിയ പഞ്ചായത്ത് തിരുമിറ്റക്കോട് പഞ്ചായത്താണ്. ആ പഞ്ചായത്തും പരമ്പരാഗതമായി ഈ പറഞ്ഞ നാഗലശ്ശേരി പോലെ ഒരു ഭയങ്കര LDF പഞ്ചായത്ത് അല്ലെങ്കിൽ പോലും LDFന് അപ്പർ ഹാൻഡുള്ള 2000 വരെ വോട്ടുകൾ ലീഡ് കിട്ടാവുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇപ്പോഴും MP രാജേഷ് അടക്കമുള്ളവർ പ്രതീക്ഷ വയ്ക്കുന്നത് ഒരു നേരിയ മാർജിനിലായ പോലും വിജയിക്കുമെന്നാണ്. പക്ഷേ VT ബൽറാം വളരെ കോൺഫിഡൻ്റ് ആണ്. ഇത്തവണ എന്തായാലും തിരിച്ചു പിടിക്കുന്നത് കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ UDFന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന ലീഡായിരിക്കാം VT ബൽറാം ജയിക്കുമോ അല്ലെങ്കിൽ MP രാജേഷ് തുടരുമോ തുടങ്ങിയ കാര്യങ്ങൾ നിർണ്ണയിക്കുക. ആൽവിൻ? തീർച്ചയായും ഇഞ്ചോടിഞ്ച് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ് തൃത്താല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെയും UDFൻ്റെ പ്രതീക്ഷകൾ ഇത്തരം ചില കണക്കുകളിൽ തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന് അവിടെ ഏതാണ്ട് 6321 വോട്ടിൻ്റെ ലീഡ് നേടാൻ ആ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ പഞ്ചായത്തുകൾ എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ പഞ്ചായത്തുകളുടെ ആനക്കര ആകട്ടെ, ചാലിശ്ശേരി ആകട്ടെ, കപ്പൂര്, പട്ടിത്തറ, തൃത്താല ഇത്തരം പഞ്ചായത്തുകൾ 5 പഞ്ചായത്തുകൾ UDFനൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്.
LDF-നൊപ്പം എപ്പോഴും ശക്തി കേന്ദ്രമായ നാഗലശ്ശേരിയും പരുതൂറും അതോടൊപ്പം തന്നെ തിരുമറ്റിക്കോടുമാണ് നിലവിലുള്ളത്. ഇതിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണക്കിനോടൊപ്പം തന്നെ ഒരുപക്ഷെ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കേണ്ടതില്ല എങ്കിൽ പോലും അവിടെ അബ്ദുൾ സമദ് സമദാനിക്ക് മേൽക്കൈയുണ്ട്. 9203 വോട്ടിൻ്റെ ലീഡ് തൃത്താല പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കണക്ക് തന്നെയാണ്. ഇതൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ കണക്കുകൾ വെച്ച് UDF അവിടെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെ VT ബൽറാം ഈ പറഞ്ഞതുപോലെ ഏറ്റവും കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരാൾ, സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ നേടുന്ന ഒരാൾ. MP രാജേഷും VT ബൽറാമും പല വിഷയങ്ങളിലും സോഷ്യൽ മീഡിയയിൽ പോലും വലിയ ഫൈറ്റ് നടത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടി പോസ്റ്റുകൾ ഇടുകയും അതിന് വലിയ സ്വീകാര്യതയുമൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരാളാണ് VT ബൽറാം. 10 വർഷം അദ്ദേഹം അവിടെ MLA ആയിരുന്ന കാലഘട്ടത്തിലാണ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി 2021 തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുകയും പക്ഷേ അവിടെ അടിപതറുകയും ചെയ്തത്. ആ ആത്മവിശ്വാസം ഒരു കണക്കിന് ഒരു ഘട്ടം കഴിഞ്ഞാൽ തൃത്താലക്കാർ അത് അമിതമായി വെച്ച് കുറിപ്പിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ MP രാജേഷും VT ബൽറാമും ഇത്തവണ ഏറ്റുമുട്ടുമ്പോൾ അതിശക്തമായ പോരാട്ടം അവിടെ ഉണ്ട്. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങൂ എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഒടുവിൽ എണ്ണുന്നത് തൃത്താല മണ്ഡലമാണ്. ഞാനന്ന് പാലക്കാട് റിപ്പോർട്ടറായിരുന്നു. തൃത്താല മണ്ഡലമാണ്. ആ തൃത്താല മണ്ഡലത്തിലൂടെയാണ് ഒടുവിൽ ഉമ്മൻചാണ്ടി സേഫ് ലാൻഡിങ്ങിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അന്ന് ആദ്യമായി VT ബൽറാം ജയിച്ച നിയമസഭയിലേക്ക് വരുന്നു. അത് ആവർത്തിക്കപ്പെടും, അല്ലെങ്കിൽ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് UDF-ൻ്റെ വലിയ പ്രതീക്ഷ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷവും തോൽവിക്ക് ശേഷവും ബൽറാം ആ മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു. പരിപാടികൾ, കോൺഗ്രസ് പരിപാടികളിൽ, UDF പരിപാടികളിൽ, ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിലെ അടക്കം ഇടപെടലുമൊക്കെയായി വളരെ സജീവമായി തന്നെ VT ബൽറാം ആ മണ്ഡലത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാവുന്നതുപോലെ മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തുണ്ടാകുന്ന പഞ്ചായത്തുകളിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് കരുതുന്നത്. അത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം UDF-ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും അത്യുജ്വലമായ മത്സരമായിരുന്നു അവിടെ. പക്ഷേ UDF-ന് അപ്പർ ഹാൻഡ് ഉണ്ടാകും എന്ന് തന്നെയാണ് UDF പാളയവും കേന്ദ്രങ്ങളും വിശ്വസിക്കുന്നത്. ഈ 2011 കാര്യം പറഞ്ഞുകൊണ്ടാണ് 2011 VS സർക്കാരിന് തുടർഭരണം ഉണ്ടാവാതെ പോയത്. ഈ പറഞ്ഞ തൃത്താല എന്ന് പറയുന്ന ഒരു തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന മണ്ഡലം തൃത്താല പരാജയപ്പെട്ടു അന്ന്. അതുപോലെ തന്നെ മണലൂര് പ്രതീക്ഷിക്കാത്തൊരു പരാജയം ഉണ്ടായി. ഒപ്പം തന്നെ പാറശാല അന്ന് ആനാവൂർ നാഗപ്പൻ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അങ്ങനെ ഈ 3 മണ്ഡലങ്ങളാണ് VS തന്നെ പറഞ്ഞിരുന്നു. അതെ, VS തന്നെ അന്നത് പറഞ്ഞിരുന്നു. ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു VS-ന്. ചില മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ VS തന്നെ അന്ന് പറയുകയും ചെയ്തിരുന്നു. അവിടെ മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്. MP രാജേഷിന് ചില പാർട്ടി CPM-ന് ഇടയിൽ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് തൃത്താല ഏരിയ കമ്മിറ്റിയിലടക്കം ചില വിമത ശബ്ദങ്ങളൊക്കെ ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എങ്ങനെ CPM വോട്ടുകൾ ഏകീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. MP രാജേഷിന് ചില പാർട്ടിയിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ചില വിഷയങ്ങളിൽ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കാര്യമാണ്. അത് എങ്ങനെ പാച്ചപ്പ് ചെയ്തു എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പാച്ചപ്പ് ചെയ്തു എന്നാണ് അവിടുത്തെ അത് നമുക്ക് ഫലത്തിൽ അറിയാൻ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ആൽവിൻ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് തന്നെ നമുക്ക് തൃത്താല വിലയിരുത്താൻ കഴിയും. ഈ തൃത്താല എടുത്തപ്പോൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇടത് വലത് മുന്നണികളെ പലപ്പോഴായി പിന്തുണച്ച് പോയിട്ടുണ്ട്. എങ്കിലും ഇടത് വോട്ട് ബാങ്കിൻ്റെ ബേസുള്ള ഒരു സ്ഥലമാണ് എങ്കിൽ കൂടി തന്നെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. അതോടൊപ്പം തുടർച്ചയായി ജയിച്ചു വരുന്നവരുടെ ഒരു ആത്മവിശ്വാസ പ്രശ്നം ആൽവിൻ സൂചിപ്പിച്ചു. അതാണ് 2011 നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് 20 വർഷത്തോളം 4 ടേമായി അവിടെ തുടർച്ചയായി ജയിച്ചു വന്നിരുന്നു. പക്ഷേ അവിടെ VT ബൽറാം അന്ന് പരാജയപ്പെടുത്തി പോകുന്നു. അത് ഈ സർക്കാരിൻ്റെ ഒരു തുടർ ഭരണ സാധ്യതയ്ക്ക് കൂടി മങ്ങലേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ബൽറാം അന്ന് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. 1054 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആദ്യമായി ബൽറാം അവിടെ നേടുന്നുണ്ട്. അതിനുശേഷം 2016 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലാണ് 10,000-ത്തിലധികം വരുന്നത്. അതിനുശേഷം തുടർച്ചയായി ബൽറാം അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം വരികയും
പക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബൽറാമിനെ ഏതെങ്കിലും നിലക്ക് പരാജയപ്പെടുത്തുക എന്ന ഒരു വാശിയിലേക്ക് CPM എത്തുന്നുണ്ടായിരുന്നല്ലോ. അതായത് AKGക്കെതിരായ വിഷയത്തിൽ. അപ്പം പരാജയപ്പെടുത്താൻ ഉറപ്പിച്ച് കടുത്ത രീതിയിലുള്ള പോരാട്ടവും പ്രചണ്ഡമായ പ്രചാരണങ്ങളും ഒക്കെ നടത്തണമെന്ന് നിശ്ചയിക്കപ്പെട്ട എതിർ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ബൽറാം ഉണ്ടായിരുന്നു. ആ ഒരു പ്രചാരണ പരിപാടികളുടെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളിലെല്ലാം കൂടെ കൂടിയായിരിക്കാം ബൽറാം അന്നവിടെ പരാജയപ്പെട്ടത്. പക്ഷേ ഇന്ന് അത്തരത്തിൽ ഒരു ഘടകം അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടത്തുന്ന ഒരു ഇടതുപക്ഷത്തെ തന്നെ ഒരു ഗ്ലാമറസായ ഒരു മന്ത്രി, മറുപക്ഷത്ത് UDFൻ്റെ ഈ കോൺഗ്രസിൻ്റെ യുവനിരയിലെ ഏറ്റവും ഗ്ലാമർ നേതാക്കളിൽ ഒരാൾ, ഇവർ രണ്ടുപേർ തമ്മിൽ നടത്തുന്ന ഒരു പോരാട്ടം എവിടേക്ക് എത്തും എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം ഈ മണ്ഡലത്തിൽ ഏത് രൂപത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന്, നമ്മൾ രണ്ട് പേരും നേരത്തെ പറഞ്ഞ ഈ മണ്ഡലത്തിൽ ബൽറാം പരാജയപ്പെട്ടതിന് ശേഷവും നിന്ന് അദ്ദേഹത്തിന് KPCCയുടെ ചുമതലയുണ്ട് എങ്കിൽ കൂടി തന്നെയും അദ്ദേഹം ആ മണ്ഡലത്തിൽ ഒരു MLA പോലെ തന്നെ നിന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വരും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊക്കെ നിന്ന് പ്രവർത്തിച്ച് ഒരു തവണ തോറ്റതിന് ശേഷം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിച്ച് പിന്നീട് ജയിച്ചു വന്ന പല നേതാക്കന്മാരെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആ രൂപത്തിൽ ബൽറാമിൻ്റെ സാധ്യതകൾ വലുതാണ്. മറുപക്ഷത്തെ MP രാജേഷിൻ്റെ സാധ്യതകൾ കൂടി പരിശോധിക്കണം എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചു MP രാജേഷിന് എത്രത്തോളം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ പറ്റി എന്നുള്ളത്. പക്ഷേ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ ഇപ്പോൾ നേരത്തെ സുസ്ഥിര തൃത്താല എന്ന പേരിൽ ഒരു പദ്ധതി അവിടെ നടപ്പാക്കി. സ്കൂളുകളും കാർഷിക മേഖലയിലുള്ള ജലസേചന പദ്ധതികളടക്കം നടപ്പാക്കി പോകുന്നുണ്ട്. റോഡുകൾ നിർമ്മിച്ചു പോകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിപാടി അവസാന സമയത്ത് തൃത്താല വികസനോത്സവം എന്ന് പറഞ്ഞിട്ടൊരു വലിയ പരിപാടി തന്നെ അദ്ദേഹം സംഘടിപ്പിച്ചു. 300 ചില്ലാനം കോടിയുടെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്നുള്ള നിലയ്ക്കുള്ള പ്രഖ്യാപന അവകാശവാദമൊക്കെയാണ് രാജേഷ് അവിടെ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്ക് മുൻതൂക്കം എന്ന് തൃത്താലയിൽ നിന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുന്നു. രാജേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള UDFന് മേൽക്കൈയുള്ള പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകളിൽ നിന്നും അവർ പരമാവധി സമാഹരിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. അതുതന്നെയാണ് UDFൻ്റെ പ്രതീക്ഷയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ സ്വാധീനം മണ്ഡലത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന കപ്പൂർ അടക്കമുള്ള പട്ടിത്തറ തൃത്താല അടക്കമുള്ള മേഖലകൾ ആ വോട്ടുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അത് UDF അങ്ങ് നമ്മുടെ മലബാറിലെ പൂർണ്ണമായ ഒരു ശക്തമായ ഒരു ന്യൂനപക്ഷ ഏകീകരണ സാധ്യത സ്ഥലങ്ങളിൽ കുറവാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ എടുക്കുകയാണെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പുരുഷന്മാർ വോട്ട് ചെയ്യുന്നത് പോലെ വോട്ട് ചെയ്തോളണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആ വോട്ടുകൾ എങ്ങോട്ട് മാറുന്നു എന്നുള്ളത് തൃത്താലയെ സംബന്ധിച്ച് നിർണായകമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പരദൂർ പഞ്ചായത്ത് അടിസ്ഥാനപരമായി അതൊരു LDF സ്വഭാവമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ UDF പിടിച്ചു, ഇത്തവണ അത് തിരിച്ചു. പക്ഷേ VT ബൽറാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അവിടെ ലീഡ് നേടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നമ്മളിപ്പോൾ ഈ പല പഞ്ചായത്തുകളുടെയും കണക്ക് പറയുമ്പോൾ തദ്ദേശതല വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിലേക്ക്. കാരണം അത്ര വലിയ UDFന് സ്വാധീനമുള്ള പഞ്ചായത്തിൽ പോലും അത്ര വലിയ ലീഡിലേക്കൊക്കെ പോകാറില്ല. പക്ഷേ അതാണ് പറഞ്ഞത്, അവിടെയൊക്കെ ഉണ്ടാകുന്ന ഈ വോട്ടിംഗ്, അതിനെ എത്രമാത്രം വോട്ടുകൾ UDF അനുകൂല പഞ്ചായത്തുകളിൽ VT ബൽറാം നേടുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. അപ്പോൾ വലിയ ലീഡിലേക്ക് അവിടങ്ങളിൽ പോയില്ല, അല്ല പിടിച്ചു നിർത്താൻ LDFന് കഴിഞ്ഞെങ്കിൽ LDF ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ പറഞ്ഞ വോട്ടുകളെല്ലാം ഈ പറയുന്ന നാഗരിശ്ശേരി കൊണ്ട് കവർ ചെയ്യുകയും തിരുമറ്റക്കൂട് നൽകുന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യാം. CPMന്റെ തന്നെ കണക്ക് എനിക്ക് തോന്നുന്നു 2000-ൽ താഴെ വോട്ടിനെങ്കിലും ജയിക്കും. ഏതാണ്ട് 18% കുറഞ്ഞത് പ്രതീക്ഷിച്ച പോലെ ഉണ്ടായില്ല എന്ന് വോട്ടെടുപ്പിന് ശേഷം MP രാജേഷ് പറയുന്നതും കേട്ടിരുന്നു. അതും ഒരു ഘടകമായിരിക്കും. തീർച്ചയായിട്ടും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും ഏത് തരത്തിൽ ബാധിക്കും എന്നൊക്കെ അറിയേണ്ട വിഷയമാണ്. ഈ മറ്റൊരു കണക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ രാജേഷിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3016 വോട്ട് മാത്രമാണ്. 3016 വോട്ട് മാത്രമാണ്. 2011 നിന്ന് 2016 ബൽറാം അവിടെ മത്സരിക്കുമ്പോൾ UDFന്റെ വോട്ട് ഏതാണ്ട് 9000-ലധികം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അന്ന്. പക്ഷേ അത് 2021 വന്നപ്പോൾ അതാണ്ട് വളരെ ചുരുങ്ങിയ നിലയിൽ 200, 300 ആ നിലയിലേക്ക് പോലും വളരെ താന്നു പോയിരുന്നു. ഇത്തവണ അത് എങ്ങനെ കൂടി വരും, എത്ര ഷിഫ്റ്റിംഗ് ഉണ്ടാവും എന്നുള്ളത് അനുസരിച്ചിരിക്കും. പക്ഷേ അപ്പം ഈ 10,000 ചില്ലുവാനും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 2016 VT ബൽറാമിന്. 2021 ഒരു അനുകൂല തരംഗം ഉള്ളൊരു സമയമാണ്. അപ്പോൾ പോലും
വന്നത് ഏതാണ്ട് 3000 പക്ഷേ 2011 ആക്കുമ്പോഴേക്കും VT ബൽറാം മണ്ഡലത്തിനകത്ത് സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ ഭൂരിപക്ഷം കുറവാണെന്ന് പറയുമ്പോൾ പോലും ബൽറാം വലിയ സ്വാധീനം 21ലേക്ക്. കാരണം 11 മുതൽ 21 വരെ അദ്ദേഹം MLA ആണ്. അപ്പോൾ MLA എന്ന നിലയ്ക്ക് അവിടെ വലിയ വികസന പദ്ധതികൾ VT ബൽറാം നടപ്പാക്കിയിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് യുവാവാണ്, ആക്റ്റീവായിട്ട് അവിടെ സജീവമായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ പരാജയപ്പെടുന്നത്. അപ്പം 3000 ഒരു ക്ലോസ് ഫൈറ്റ് നടക്കുമ്പോൾ 3000 മോശമല്ലാത്തൊരു നമ്പറാണ് യഥാർത്ഥം. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വലിയ പദ്ധതികൾ അവിടെ തുടങ്ങി വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബൽറാം. നിരവധി പദ്ധതികൾ അവിടെ തുടങ്ങി വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നത് മാത്രമാണ് MP രാജേഷ് ചെയ്തതെന്നാണ് അവിടുത്തെ UDFൻ്റെ ഒരു ആരോപണം. ചില പദ്ധതികൾ അദ്ദേഹം തുടങ്ങിയത് വെച്ചതിൽ അധികം മുന്നോട്ട് പോയില്ല. പക്ഷേ ഈ ചില ഗിമിക്സും കണക്കുകളും വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നതാണെന്നുള്ളതാണ് UDFൻ്റെ ഒരു ആരോപണമായി അവിടെ പറയുന്നത്. ബൽറാമിൻ്റെ ഈ പറഞ്ഞതുപോലെ ബൽറാം വലിയ ഒരു തൃത്താല എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവ് കൂടി അല്ല എന്നുള്ളതും UDFൻ്റെ ഒരു വലിയ പോസിറ്റീവ് സൈഡായിട്ട്. യുവാക്കളുടെ ഇടയിലും ഈ നവമാധ്യമങ്ങളിലൊക്കെ വലിയ സ്വാധീനവും. KPCCയുടെ ഭാരവാഹി വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണല്ലോ അദ്ദേഹം. അത് വലിയ ചുമതല വഹിക്കുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ അത്രയും പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരു നേതാവ്, ആ നേതാവിന് ഇത്തവണ അവിടെ പഴയ പോലെ തന്നെ ആ മണ്ഡലം പിടിച്ചത്. അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അനുകൂലമാകുന്ന ഫാക്ടർ ഒന്ന്, കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിനകത്ത് നിന്നുള്ളൊരു വലിയ അനുകൂല ഘടകമായിരിക്കും ജയിക്കുകയാണെങ്കിൽ. കാരണം സാധാരണഗതിയിൽ ആളുകൾ മത്സരിച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക്, തോറ്റു കഴിഞ്ഞാൽ ആ വഴിക്ക് പോവുകയാണ് ചെയ്യാറ്. പക്ഷേ VT ബൽറാം അങ്ങനെയായിരുന്നില്ല. VT ബൽറാം മണ്ഡലത്തിനകത്ത് സജീവമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ വികസനമാണ് ചർച്ചയെങ്കിൽ തീർച്ചയായിട്ടും MP രാജേഷിന് പ്ലസ് പോയിന്റ് ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ കാര്യങ്ങൾ എടുക്കുമ്പോൾ VT ബൽറാം മണ്ഡലത്തിൽ ആക്റ്റീവായി നിൽക്കുകയും സ്പീക്കർ എന്ന നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും സ്വാഭാവികമായിട്ട് അതിൻ്റെ പരിമിതികളുണ്ട്. ആ പരിമിതി MP രാജേഷിനും ഉണ്ടായിരുന്നു.